أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صدق الله العلي العظيم. പ്രിയമുള്ളവരെ, ഈ ഭാഗമാണ് ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ പോസ്റ്റർ കണ്ടില്ലേ? അതിൽ അഊദുണ്ട്, ബിസ്മിയുണ്ട്. ആ അഊദു എന്നുള്ളതിലെ ആദ്യത്തെ വാക്ക് എന്താണ്? അഊദു അഊദു അഊദു. ഒന്ന് ഹംസയാണ്, മറ്റൊന്ന് ഐനാണ്. പിന്നെ ഐനിനെ നീട്ടാൻ വാവുണ്ട്. അത് കഴിഞ്ഞാൽ ദാലാണ്. ഐന് തൊണ്ടയുടെ നടുവിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതൊരിക്കലും ഹാഓ ഹംസയോ ആകാൻ പാടില്ല, ഐന് തന്നെ ആവണം. മഖ്റജിൽ അമർത്താതെയാണ് ഐന് പറയേണ്ടത്. അഊദു അഊദു. പിന്നെ അഊദു എന്നല്ല, അഊദു നാവിൻ്റെ തലമേലെ മുൻപല്ലിൻ്റെ അടിയിൽ വെച്ചിട്ട്. പിന്നെ അടുത്ത പദം ബില്ലാഹി ബില്ലാഹി. ബില്ലാഹി എന്നോ ബില്ലാഹി എന്നോ പറയാൻ പാടില്ല. ബില്ലാഹി, അള്ളാഹു എന്ന് പറയുമ്പോൾ ഹ ആണല്ലോ അത്. ബില്ലാഹി. പിന്നീട് മിനശ്ശൈത്വാനി. മിനശ്ശ, അവിടെ ഷീന് പറയുമ്പോൾ കാറ്റ് നല്ലോം പ്രസരിക്കണം, കാറ്റ് നല്ലോം പരക്കണം. മിനശ്ശൈത്വാനി മിനശ്ശൈത്വാനി. ഷൈത്വാനി എന്ന് ത്വക്ക്, തൊലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിലെ ഒരു ത്വ എന്നുള്ളതിൻ്റെ സ്വരം വരുന്നുണ്ടല്ലോ, അതല്ല ഇവിടെ. ഇവിടെ താവും ത്വവും പറയുമ്പോൾ രണ്ട് വ്യത്യാസമുണ്ട്. താ പറയുന്ന സമയത്ത് നാവിൻ്റെ അങ്ങേയറ്റം മുരട് മുകളിലേക്ക് പൊന്തുന്നില്ല. എന്നാൽ ഖാ പറയുന്ന സമയത്ത് നാവിൻ്റെ മുരട് മുകളിലേക്ക് പൊന്തുന്നുണ്ട്. ആ വ്യത്യാസമാണ്. ചുണ്ടൊരിക്കലും ത്വാ പറയുമ്പോൾ വളക്കാൻ പാടില്ല. ചുണ്ടിങ്ങനെ കൂട്ടിപ്പിടിക്കുക, ത്വാ ത്വാ എന്ന് പറയാം, അത് പാടില്ല. ശൈത്വാനി ശൈത്വാനിർ റജീം. അവസാനത്തെ പദം അർറജീം എന്നുള്ളതാണ്. അർറജീം. റാ പറയുമ്പോഴും തഫ്ഹീമാക്കാൻ വേണ്ടിയിട്ട് ചുണ്ട് പൂട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്, അതും ഒഴിവാക്കണം. റാ റാ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ തഫ്ഹീമാക്കണം. ഇത് ചുണ്ട് പൂട്ടാതെയുള്ള തഫ്ഹീമാണ് ഇറായിൽ നമ്മൾ പ്രയോഗിക്കേണ്ടത്. അർറജീം 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 എന്ന് മഖ്റജിൽ വെക്കാതെ ഒരു പറച്ചിലുണ്ട്, അതും തെറ്റാണ്. മഖ്റജിൽ വെക്കണം. നാവിൻ്റെ തലയുടെ മുതുക്, അതായത് നാവിൻ്റെ തെല്ലിൻ്റെ മുകൾ ഭാഗം ഊനിൽ വെച്ചുകൊണ്ടാണ് പറയേണ്ടത്. ഇൻഷാ അല്ലാഹ്. അർറജീം അർറജീം. ജീമ് പറയുമ്പോൾ കാറ്റ് വരാൻ പാടില്ല. റജീം നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി. ബി എന്ന് പറയുമ്പോൾ മുകളിലെ ചുണ്ട് അടിയിലെ ചുണ്ടിൻ്റെ പള്ളയിൽ പ്രസ് ചെയ്യണം. ബി. ഇസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ പോരാ. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി. പിന്നെ അർറഹ്മാനി അർറഹ്മാനി അർറഹീം അർറഹ്മാനി അർറഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ പഠിക്കണം. റഹീം എന്ന് പറയുന്ന സമയത്ത് ഹാ അതിൻ്റെ ആ റഹ്വത്ത്, റിഹ്വത്ത്, റഹാവത്ത് വെളിവാകണം. റഹീം എന്ന് പറയുമ്പോൾ ചുണ്ട് പൂട്ടും വേണം. മീം പറയുമ്പോൾ ചുണ്ട് പൂട്ടണമല്ലോ, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരാണല്ലോ മീം. ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങൾ ഈ ആഴ്ച നമുക്ക് ഓതണം. അപ്പോൾ ശരിയായ രൂപത്തിൽ ശരിയാക്കിയിട്ട് പരമാവധി എല്ലാ ആളുകളും ഓതാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.